ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന സിനിമേന്റെ റിലീസ് വീണ്ടും കൺഫേം ആക്കിയിരിക്കുകയാണ്. റിലീസ് മാറ്റും എന്ന രീതിയിൽ വലിയ രീതിയിലൊരു റൂമേഴ്സ് ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ഫേക്ക് ആകുന്ന രീതിയിൽ സിനിമേന്റെ റിലീസ് കൺഫേം ആണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. പുതിയൊരു പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അനിരുദ്ധും അതുപോലെ തന്നെ നമ്മുടെ പ്രദീപ് രംഗാനാഥനും സിനിമേന്റെ റിലീസ് ഡേറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന രീതിയിൽ ഒരു ഫണ്ണായിട്ട്. എന്തായാലും പടം ഏപ്രിൽ 10 റിലീസ് ചെയ്യുന്നതാണ്. പ്രദീപ് രംഗാനാഥൻ, കീർത്തി ഷെട്ടി, എസ്.ജെ. സൂര്യ എന്നിവരൊക്കെയാണ് പടത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ. അനിരുദ്ധിന്റെ മ്യൂസിക്കാണ്. വിഘ്നേഷ് ശിവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ KRK സിനിമയുടെ ഡയറക്ടർ. അടുത്തൊരു തമിഴ് സിനിമ വരാൻ പോവുകയാണ് അനിഷിമ അനിൽകുമാറിന്. എന്തായാലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ് സിനിമയിൽ. നമ്മുടെ മൈത്രി മൂവി മേക്കേഴ്സിന്റെ അണ്ടറിലാണ് ഈ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. ഋഷന്ത് അതുപോലെ തന്നെ നമ്മുടെ അനീഷ്മ അനിൽകുമാറൊക്കെയാണ് സിനിമയിൽ വരാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്തായാലും വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. ബാക്ക് ടു ബാക്ക് സക്സസ് തന്നെയാണ് നമ്മുടെ അനീഷിമ അനിൽകുമാർ അഭിനയിച്ച സിനിമകൾ. യൂത്ത് അതുപോലെ തന്നെ സിറൈ, എന്തായാലും 2 ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ തന്നെയാണ് തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നത് പുള്ളിക്കാരി ചെയ്ത സിനിമകളിൽ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സന്ദീപ് പ്രതാപിന്റെ ഒരു പ്രേമലു സിനിമ വരാൻ പോവുകയാണ്. നമ്മുടെ പ്രേമലു സിനിമയുടെ തിരക്കഥാകൃത്തായ നമ്മുടെ അനുരാഗ് ഓബിന്റെ പുതിയൊരു സിനിമ വരുന്നുണ്ട് നമ്മുടെ സന്ദീപ് പ്രതാപിന്റെ അണ്ടറിൽ. തിരക്കഥ നമ്മുടെ പ്രേമലു സിനിമയുടെ റൈറ്ററായ അനുരാഗ് ഓബി ആയിരിക്കും. സംവിധാനം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന കിരൺ ജോഷി ആയിരിക്കും. സിനിമ നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ ഭാവന സ്റ്റുഡിയോസ് ആണ് നമ്മുടെ പ്രേമലു സിനിമയുടെ നിർമ്മാതാവ്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ ലാലേട്ടന്റെ തെലുങ്ക് സിനിമയിലോട്ട് ഒരു കേമിയോ റോളുടെ ഓഫർ വന്നിരിക്കുകയാണ്. അതും നമ്മുടെ ബാലയണ്ണന്റെ സിനിമയിലോട്ടാണ് ഓഫർ. നമ്മുടെ സൂര്യയുടെ ശനിയാഴ്ച എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ. നമ്മുടെ നാനിയാണ് സിനിമയിൽ അഭിനയിച്ചത്. ആ ഒരു സിനിമയുടെ ഡയറക്ടറായ വിവേകിന്റെ സിനിമയിലോട്ടാണ് അദ്ദേഹത്തിന് കേമിയോ റോൾ വന്നിരിക്കുന്നത്. അതും നമ്മുടെ ബാലയണ്ണനാണ് ആ സിനിമയിൽ ലീഡായിട്ട് അഭിനയിക്കുന്നത്. ഈ സിനിമയിലും ജേക്സ് വിജയ് തന്നെയാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. എന്തായാലും ഓൾമോസ്റ്റ് 35 കോടിയുടെ ഒരു കേമിയോ റോൾ ഓഫറാണ് നമ്മുടെ ലാലേട്ടിന് ലഭിച്ചിരിക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച്. എന്തായാലും ഇതുവരെയായിട്ടും ലാലേട്ടൻ ആ സിനിമ കമ്മിറ്റ് ചെയ്തൊന്ന രീതിയിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും കേൾക്കാൻ സാധിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള അപ്ഡേറ്റ്. എന്തായാലും ലാലേട്ടൻ കഴിഞ്ഞ ഒരു തെലുങ്ക് സിനിമ പുറത്തിറങ്ങിയത് പലർക്കും അറിയത്തില്ല. വലിയൊരു ബോക്സ് ഓഫീസ് ദുരന്തമായിരുന്നു ആ ഒരു സിനിമ. ഡിസംബർ മാസം റിലീസ് ചെയ്ത സിനിമ ഏതാണെന്ന് അറിയുന്നവർ എന്തായാലും മറക്കാതെ ഒന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ബാലയണ്ണന്റെ കൂടെ ലാലേട്ടനെ കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ. എന്തായാലും അടുത്ത അപ്ഡേറ്റ് ജനനായകൻ സിനിമേന്റെ തന്നെയാണ്. പടം ഈ അടുത്തൊന്നും റിലീസ് ചെയ്തില്ലെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലായിട്ട്. റിലീസ് ചെയ്യും പറഞ്ഞിട്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കേൾക്കാൻ സാധിക്കുന്ന അപ്ഡേറ്റുകളിൽ ജനനായകൻ സിനിമയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ആമസോൺ പ്രൈം സിനിമേന്റെ OTT ഡീല് ക്യാൻസൽ ചെയ്തു. 110 കോടിയുടെ ഡീലായിരുന്നു അത് ക്യാൻസൽ ആയി പോയി. പിന്നെ നമ്മുടെ ജനനായകൻ സിനിമേന്റെ ഓവർസീസിന്റെ റൈറ്റ്സ് മേടിച്ച് ഫാസ്റ്റ് ഫിലിംസ് ആണ്. അവരും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷനിൽ പിൻവാങ്ങി. പിന്നെ അങ്ങനെ ഒരുപാട് ബിസിനസ് എല്ലാതും ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സിനിമേന്റെ റിലീസ് വരാത്തതുകൊണ്ട്. അത് മാത്രമല്ല KVN പ്രൊഡക്ഷൻ ഹൗസിന് ഇപ്പോൾ ജനനായകൻ സിനിമേന്റെ പ്രീ ബിസിനസ് ഇനി ആദ്യം മുതൽ തുടങ്ങണം. കാരണം സിനിമേന്റെ ഓവർസീസ് റൈറ്റ്സ് OTT പിന്നെ മറ്റ് ബിസിനസ് ഒക്കെ നല്ലപോലെ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു പടത്തിന്റെ റിലീസ് ഇങ്ങനെ ഡിലേ ആയതുകൊണ്ട് എന്തായാലും ഇനി ആദ്യം മുതൽ തുടങ്ങണം സ്ക്രാച്ച് എന്ന്. എന്തായാലും KVN പ്രൊഡക്ഷൻ ഹൗസ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവരെ വരാൻ പോകുന്ന KD ദ ഡെവിൽ എന്ന് പറഞ്ഞ അന്യഭാഷ സിനിമ പിന്നെ യാഷിന്റെ ടോക്സിക് എന്ന 2 സിനിമകളാണ്. എന്തായാലും കേൾക്കാൻ സാധിക്കും ജനനായകൻ ഈ മാസം ഒന്നും റിലീസ് ചെയ്തില്ല. ജൂൺ പോലും സിനിമ റിലീസ് ചെയ്തില്ലെന്ന് കേൾക്കാൻ സാധിക്കുന്നത്. സിനിമേന്റെ റിലീസിന് ആകെ ചാൻസ് കാണുന്നത് ജൂലൈ മാസമായിരിക്കും. നമ്മുടെ ടോക്സിക് എന്ന സിനിമേന്റെ റിലീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി നമ്മുടെ ജനനായകൻ സിനിമയിലോട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന KVN പ്രൊഡക്ഷൻ ഹൗസ്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യേണ്ടി വരും നമുക്ക് ജനനായകൻ സിനിമേന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റിനായിട്ട് വരുന്ന ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പ്രഭാസിന് വരാൻ പോകുന്ന കൽക്കി 2898 AD എന്ന സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് നിലവിൽ ഹൈദരാബാദിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രഭാസ് സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ഡേറ്റ് കൺഫേം ആയിരിക്കുകയാണ്. സിനിമയുടെ 2ാം ഭാഗത്തിൽ നമ്മുടെ പ്രഭാസ് ഏപ്രിൽ 10 ആയിരിക്കും നമ്മുടെ പ്രഭാസ് നമ്മുടെ കൽക്കി 2898 AD എന്ന സിനിമയുടെ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ നാഗ അശ്വിൻ സംവിധാനത്തിൽ വരാൻ പോകുന്ന പാൻ ഇന്ത്യൻ കൽക്കി 2 സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ്സിനായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് പാട്രിയോട്ട് സിനിമേന്റെയാണ്. നമ്മുടെ മഹേഷ് അണ്ണൻ സംവിധാനത്തിൽ നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക ഒന്നിച്ചു വരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ. സുൻ ശ്യാമയ്ക്കാണ് പടത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ ട്രെയിലർ സെൻസർ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ച പുറത്തു വരാൻ പോവുകയാണ്. എന്തായാലും ഈസ്റ്റർ പ്രമാണിച്ച് അല്ലെങ്കിൽ ഈ വരുന്ന ദുഃഖവെള്ളി പ്രമാണിച്ച് പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങാനാണ് ചാൻസ് കാണുന്നത്. 3 മിനിറ്റ് 29 സെക്കൻഡ് ആണ് നമ്മുടെ ട്രെയിലറിന് സെൻസർ ബോർഡ് കൊടുത്തിരിക്കുന്നത് സെൻസറിങ്. എന്തായാലും ഏപ്രിൽ 23 സിനിമ റിലീസ്. കാത്തിരിക്കാൻ നമുക്ക് ട്രെയിലർ റിലീസിനായിട്ട്.
വാഴ 2 സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. വാഴ എന്ന സിനിമയുടെ ആദ്യ ഭാഗം പോലെ തന്നെ കോമഡി ഉണ്ട്. പിന്നെ ഇമോഷണൽ ആയിട്ട് ഒരുപാട് സീൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഗംഭീരമായ ഒരു ട്രെയിലർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും UA/A സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് സെൻസർ ബോർഡ് സെൻസറിങ്ങും കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന ഏപ്രിൽ 2-ാം തീയതിയാണ് പടം റിലീസ് ചെയ്യുന്നത്. എന്തായാലും ഒരു സോളോ റിലീസാണ് ദൃശ്യം സിനിമ റിലീസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിലീസ് ഡേറ്റ് തന്നെയാണ് ഏപ്രിൽ 2-ാം തീയതി. വിപിൻ ദാസിന്റെ സംവിധാനം, അതുപോലെ തന്നെ തിരക്കഥ സംവിധാനം സവിൻ SA ആണ്. അടുത്ത അപ്ഡേറ്റ് ലീഡർ സിനിമേന്റെയാണ്. നമ്മുടെ ലെജൻഡ് സർവനയുടെ ഒരു സിനിമയാണ് ലീഡർ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ. പടത്തിന്റെ ഓഡിയോ ലോഞ്ച്, ആക്ഷൻ ടീസർ, പ്രീ റിലീസ് ഇവന്റ് ഒക്കെ മാർച്ച് 29-ാം തീയതി നടക്കാൻ പോകുന്നത്. മ്യൂസിക് നമ്മുടെ ഗിബ്രൻ, ഡയറക്ഷൻ നമ്മുടെ RS ദുർഗ സെന്തിൽകുമാർ ആണ്. ഡെബ്യൂട്ട് ആയ ഒരു ഡയറക്ടർ ഒന്നല്ല ഗ്രിഡൻ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ്. അത്യാവശ്യം നല്ല മാസ് കൊമേഴ്ഷ്യൽ ഫീൽ ചെയ്യുന്ന ഒരു സിനിമ ട്രെയിലർ കണ്ടിട്ട്. ഏപ്രിൽ 3-ആണ് സിനിമ റിലീസ്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ വാർത്തകൾ കഴിയും. പക്ഷേ ആദ്യം ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് ചാനൽ.